ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ പറവൂർ ഏരിയയുടെ ആഭിമുഖ്യത്തിൽ ഹോട്ടൽ വൈറ്റ് സിറ്റിയിൽ CME സംഘടിപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് ഡോക്ടർ PP ശിവന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ സെക്രട്ടറി ഡോക്ടർ അനിഷ വിമൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. റെലിവൻസ് ഓഫ് യോഗ ഫോർ ഹെൽത്ത് ആൻഡ് ഹീലിംഗ് എന്ന വിഷയത്തിൽ ഡോക്ടർ വൃന്ദ മാധവൻ ക്ലാസ് നയിച്ചു. കേവലം ആയുർവേദ മരുന്നുകൾ മാത്രമല്ല, മറ്റു പല സ്പെഷ്യാലിറ്റികളിലൂടെയും കടന്നു പോകുമ്പോൾ മാത്രമാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് പ്രക്രിയ പൂർണ്ണമാവുകയുള്ളൂ എന്ന് ഇക്കാലം കൊണ്ട് തെളിയിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാം, കോസ്മെറ്റോളജി പോലെയുള്ള രംഗം, ഇപ്പോൾ യോഗ പോലെയുള്ള സെക്ഷനുകളെല്ലാം ക്ലിനിക്കിനെ ഏറെ സ്വാധീനിക്കുന്നുണ്ട് മുൻ വർഷത്തേക്കാൾ. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ക്ലാസ്സുകളുടെ പ്രാധാന്യവും. അവിടെ നമ്മൾ ഉൾക്കൊള്ളുന്ന രീതി എങ്ങനെയാണ് എന്നതിനെ ബേസ് ചെയ്തായിരിക്കും അതിൻ്റെ വിജയം. ഒരു 10-30കളിൽ കഴിയുന്ന ഒരു ജനറേഷനെ ആയുർവേദത്തിലേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ ചികിത്സയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. പക്ഷേ ആ സ്ഥലത്ത് യോഗയ്ക്കും ന്യൂട്രീഷനും ഒരുപാട് സാധ്യതകളുണ്ട്. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷന് ആയുർവേദം ചൂസ് ചെയ്യാൻ പുതിയ ജനറേഷൻ റെഡിയാണ്. എന്നാൽ ചികിത്സയായിട്ട് ആയുർവേദത്തെ എടുക്കാൻ അവർക്ക് നല്ല ഭയമുണ്ട്, അവരതിനെ എതിർക്കുന്നുമുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ് യോഗയും ന്യൂട്രീഷനും. ഈ രണ്ട് സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് പുതിയ ജനറേഷനെ ആയുർവേദത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നില്ലെങ്കിൽ അധികം താമസിയാതെ നമുക്കൊക്കെ നമ്മുടെ ക്ലിനിക്കുകളൊക്കെ ഷട്ടറിട്ട് അടച്ച്, അതായത് ഇപ്പോൾ കാണുന്ന വയസ്സായ ജനറേഷൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ആരെയാണ് ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്? ആയുർവേദത്തിനോട് യാതൊരു പ്രതിബദ്ധതയും ആയുർവേദം കൊണ്ട് യാതൊരു കാര്യവും ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ജനറേഷനെ ട്രീറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് ഒട്ടും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമില്ല. പക്ഷേ ആ ഒരു സ്ഥലത്ത് യോഗയ്ക്കും ന്യൂട്രീഷനും ഒരുപാട് സാധ്യതകളുണ്ട്. ആയുർവേദത്തിലും യോഗയിലും നമുക്ക് ഒരു പോസിറ്റീവ് കാര്യം എന്താന്ന് വെച്ചാല് ഭയങ്കര ആഴമുള്ള സബ്ജക്റ്റാണ്. ഭയങ്കര ആഴാണ്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ആഴമുണ്ടോ? എത്തി നോക്കിയിട്ടുണ്ടോ? അപ്പൊ നമ്മൾ എന്താ ആയുർവേദത്തിന് യോഗേനൊക്കെ ചെയ്യുന്ന എന്താണെന്നറിയോ? ഒന്നിങ്ങനെ തൊട്ട് നോക്കുക, ഒന്നിങ്ങനെ തൊട്ട് നോക്കുക. ഇത് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ എത്രയും വി ആർ സോ എന്താ പറയാ ബ്ലെസ്ഡ് ആണ്. നമ്മൾ ഈ ഒരു സിസ്റ്റത്തിലേക്ക് വന്ന ആൾക്കാർ നമ്മൾ ബ്ലെസ്ഡ് ആണെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ഇതൊരു പ്രൊഫഷൻ എന്നോ അല്ല ഇതൊരു ഒരു ഒരു ജോലി എന്നോ ഇതൊന്നും അങ്ങനെ ചിന്തിക്കരുത്. എൻ്റെ ഒരു ആസ്പെക്ട് പറയുകയാണെ, ഇതില് വന്ന് എത്തിയത് ഒരു വലിയൊരു ദൈവാധീനമായിട്ട് കാണാനാണ് എനിക്കിഷ്ടം. ഒരുപാട് അറിവാണ് ഇതിൻ്റെ അകത്ത്. ഇറ്റ്സ് എ ട്രഷർ. അപ്പം ഉള്ളിൽ നിന്ന് നമുക്ക് ഗൂസ് ബംസ് വരണം. ആയുർവേദം യോഗ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് വി ഷുഡ് ബി ഹാവിങ് ഗൂസ് ബംസ്. ക്ലാസ്സിന് ഡോക്ടർ ആശ മോഡറേറ്ററായിരുന്നു. ഡോക്ടർ രമ്യ സ്വാഗതവും ഡോക്ടർ രജനീഷ് നന്ദിയും രേഖപ്പെടുത്തി. ഡോക്ടർ ഷിനിഷ ഷൺമുഖൻ ഡോക്ടർ വൃന്ദ മാധവനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. AMAIയുടെ ഉപഹാരം ഡോക്ടർ സുധികുമാർ നൽകി.